കൊച്ചിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിക്ക് ഭീകരാക്രമണ ഭീഷണി. യോഗസ്ഥലത്തേക്ക് വാഹനം ഇടിച്ചു കയറ്റുമെന്നാണ് ഭീഷണിയെ തുടർന്ന് പോലീസ് ഇടപെട്ട് പരിപാടി മറ്റൊരിടത്തേക്ക് മാറ്റി. വിവരങ്ങളുമായി സാലി മുഹമ്മദ് ചേരുന്നുണ്ട്. സാലി, ഭീഷണിയുടെ ഉറവിടം, അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ തന്നെയും വ്യക്തമാകുന്നുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സൗമ്യ, ഇന്നലെ വൈകിട്ട് ഹൈക്കോടതി ജംഗ്ഷനിൽ ജമാഅത്തെ ഇസ്ലാമി ഭീകരതയ്ക്കെതിരായ ക്യാമ്പയിനിന്റെ ഭാഗമായി ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു. രാഹുൽ ഈശ്വർ ആയിരുന്നു ആ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാൻ നിശ്ചയിച്ചിരുന്നത്. ആ പരിപാടി നടക്കുന്നതിന് മുമ്പ് ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്നും സംസ്ഥാന പോലീസിന് ഒരു മുന്നറിയിപ്പ് ലഭിച്ചത്. ഈ വേദിയിലേക്ക് ഒരു വാഹനം ഇടിച്ചു കയറ്റി ആക്രമണം നടത്തും എന്നുള്ളതായിരുന്നു ആ ഭീഷണി. ഏതായാലും അതിൻ്റെ ഉറവിടം എവിടെ നിന്ന് എന്നത് സംബന്ധിച്ച് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം സംസ്ഥാന പോലീസിനെ അറിയിച്ചിട്ടില്ല. അത് സ്വാഭാവികമാണ്. പക്ഷേ ഗൗരവതരമായി ഈ വിഷയം സംസ്ഥാന പോലീസ് കൈകാര്യം ചെയ്യുക തന്നെ ചെയ്തു. ആ പരിപാടിയുടെ സംഘാടകർക്ക് മുന്നറിയിപ്പ് നൽകുകയും ഒപ്പം തന്നെ രാഹുൽ ഈശ്വർ പരിപാടിയിൽ തിരുവനന്തപുരത്ത് നിന്ന് വരികയായിരുന്നു. അദ്ദേഹത്തെ പനങ്ങാട് സ്റ്റേഷനിൽ പനങ്ങാട് സ്റ്റേഷന് സമീപം വെച്ച് തടയുകയും സ്റ്റേഷനിലേക്ക് മാറ്റി അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം ഈ വേദിയിൽ മറ്റ് ക്രമീകരണങ്ങൾ പോലീസ് നടത്തി. ഒപ്പം തന്നെ ആ പരിപാടി അവിടെ നിന്ന് മാറ്റി മറ്റൊരിടത്തേക്ക് സെൻറ്റ് ആൽബർട്ട്സ് കോളേജ് ഹാളിലേക്ക് മാറ്റാനും നിർദ്ദേശിച്ചു. പരിപാടി അവിടെ വേദി മാറ്റി നടത്തുകയും ചെയ്തു. ഒപ്പം തന്നെ ഹൈക്കോടതിയുടെ പരിസരത്ത് വലിയ തോതിലുള്ള നിരീക്ഷണങ്ങളും ഒപ്പം പരിശോധനകളും പോലീസ് നടത്തി. IG ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു ഈ പരിപാടി. ഈ മുന്നറിയിപ്പിൽ ലഭിച്ച് പരിപാടി അവസാനിച്ച ആളുകൾ പിരിയുന്നതുവരെ ഈ പരിപാടിക്ക് എല്ലാവിധ സുരക്ഷാ മേൽനോട്ടങ്ങളും വഹിച്ചത് IG ശ്രീജിത്ത് തന്നെ നേരിട്ടായിരുന്നു. പിന്നീട് രാഹുൽ ഈശ്വർ വരികയും സെൻറ്റ് ആൽബർട്ട്സ് കോളേജ് ഹാളിൽ നടന്ന പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഏതായാലും വളരെ ഗൗരവതരമായ ഒരു മുന്നറിയിപ്പാണ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിൽ നിന്ന് ലഭിച്ചത്. ഈ പരിപാടി നടക്കുന്ന വേദിയിലേക്ക് വാഹനം ഇടിച്ചു കയറ്റി ഭീകരാക്രമണം നടത്തും എന്ന് മുന്നറിയിപ്പ് എന്ന ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അതിനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം, പരിപാടി തടയണം എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായും അവിടെ പരിപാടി നടത്തുന്നതിൽ നിന്ന് സംസ്ഥാന പോലീസ് തടയുകയും വേദി മാറ്റി പരിപാടി നടത്താനുള്ള സഹായങ്ങൾ, ക്രമീകരണങ്ങൾ സംസ്ഥാന പോലീസ് ഇതിൻ്റെ സംഘാടകർക്ക് ചെയ്തു നൽകുകയും ചെയ്തു. മാത്രവുമല്ല, നമുക്കറിയാം ഹൈക്കോടതി പരിസരം എന്ന് പറയുന്നത് അതീവ സുരക്ഷ പ്രാധാന്യമുള്ള മേഖലയാണ്. അവിടെ വാഹന പരിശോധന വലിയ ബുദ്ധിമുട്ടുള്ള പണിയാണ്. കാരണം ഇന്നലെ വൈകിട്ടായിരുന്നു പരിപാടി. ഹൈക്കോടതി ഇന്നലത്തെ നടപടിക്രമങ്ങൾ അവസാനിപ്പിച്ച് ജഡ്ജിമാരും മുതിർന്ന അഭിഭാഷകരും ഒക്കെ പുറത്തേക്ക് വരുന്ന സമയമാണിത്. ആ സമയത്ത് വാഹന പരിശോധന എന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ദുർഘടമായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിലെ മുതിർന്ന രജിസ്ട്രാർ അടക്കമുള്ളവരെ പോലീസ് വിവരമറിയിച്ചു. വാഹന പരിശോധന ഉണ്ടാകും. ഹൈക്കോടതി ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവർക്ക് ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ ഇക്കാരണങ്ങൾ കൊണ്ടാലാണ് എന്ന് അവരെ അറിയിക്കണം എന്ന് അറിയിച്ച് അവർക്കൊരു മുന്നറിയിപ്പ് നൽകിയതിന് ശേഷം IG-യുടെയും SP-മാരുടെയും നേതൃത്വത്തിൽ നേരിട്ടാണ് വാഹന പരിശോധന നടത്തിയത്. വാഹന പരിശോധനയിലും ഒന്നും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ മുന്നറിയിപ്പ് വളരെ ഗൗരവത്തോടെ കൂടി തന്നെ സംസ്ഥാന പോലീസ് എടുത്തു. വേദി മാറ്റാൻ സംഘാടകരോട് നിർദ്ദേശിച്ചു. ആ വേദിക്ക് വേണ്ട സുരക്ഷ ഒരുക്കുകയും ചെയ്തു. സമാന്തരമായി തന്നെ കൊച്ചിയിലുടനീളം വാഹന പരിശോധന ശക്തമായി കർശനമായി നടത്തുകയും ചെയ്തു. പക്ഷേ അസ്വാഭാവികമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. പക്ഷേ പോലീസ് ഇക്കാര്യം പൂർണ്ണമായി അങ്ങ് ഈ വാർത്തയെ സംബന്ധിച്ച് സ്ഥിരീകരണമില്ല. ഈ പരിപാടിയുടെ സംഘാടകർക്കും ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ രാഹുൽ ഈശ്വർ പോലെ ഈ പരിപാടി പങ്കെടുക്കാൻ എത്തിയവർക്ക് പോലീസ് നേരിട്ട് തന്നെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവരെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ സാലി, അങ്ങനെ ഒരു സംഭവം സാലി സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. പക്ഷേ ഉചിതമായ ഒരു ഇടപെടൽ ഉണ്ടായതുകൊണ്ട് ഒരു പക്ഷേ സംഭവിക്കാവുന്ന ഒരു അപകടം മാറുകയും ചെയ്തു. ഇത് സമീപകാലത്തായി കേരളം കേന്ദ്രീകരിച്ചും ഒക്കെ ഉണ്ടാകാവുന്ന നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തിയാണോ ഈ ഒരു വിഷയത്തെയും നിരീക്ഷിക്കപ്പെടുന്നത്? പൊതുവിൽ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു മുന്നറിയിപ്പ്, ഒരുപക്ഷെ ഫ്രാൻസിൽ നടത്തിയ ഭീകരാക്രമണത്തിന് സമാനമായ രീതിയിലൊരു ആക്രമണം എന്ന രീതിയിലുള്ള മുന്നറിയിപ്പ് ഇന്റലിജൻസ് ഏജൻസി ലഭിക്കുന്നു. ആ വിധത്തിലൊക്കെ കാര്യങ്ങൾ അങ്ങനെയാണോ നിരീക്ഷിക്കപ്പെടുന്നത് പൊതുവിൽ? സൗമ്യ, തീർച്ചയായും ഈ സമീപകാലത്ത് IS-ലേക്ക് കേരളത്തിൽ നിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്ത് അടക്കം നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ്, അതിപ്പോൾ ഉണ്ടെങ്കിൽ സംഭവിച്ചാലും ഇല്ലെങ്കിലും അതുണ്ട് എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് സംസ്ഥാന ഭരണകൂടവും പോലീസും ഉള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു മുന്നറിയിപ്പ് പോലും വളരെ ഗൗരവത്തോടെ നമ്മുടെ സംവിധാനം കാണുന്നുണ്ട്. അത് അവരുടെ ഉത്തരവാദിത്തമുള്ള ജോലി എന്ന നിലയ്ക്ക് അവർ നിർവഹിക്കുന്നു. ഒപ്പം തന്നെ ഈ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ മുന്നറിയിപ്പിൽ പ്രധാനമായും
പറയുന്നത് സൗമ്യ സൂചിപ്പിച്ച കാര്യങ്ങൾ തന്നെയുണ്ട്. പാരീസിൽ ഫ്രാൻസിലുണ്ടായ ഭീകരാക്രമണത്തിന് സമാനമായ രീതിയിൽ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ ഒരു ട്രക്ക് ഓടിച്ച് ആൾക്കൂട്ടത്തിനിടയിലേക്ക് കയറ്റിയാണ് നിരവധി ആളുകളെ കൊന്നൊടുക്കിയത്. സമാനമായ സാഹചര്യം ഒരു പൊതു ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് പ്രത്യേകിച്ച് കൊച്ചി പോലുള്ള അതീവ ജനസാന്ദ്രതയേറിയ ഒരു പ്രദേശത്ത് അത്തരമൊരു ആക്രമണം ഉണ്ടായാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. മാത്രമല്ല നിരവധി പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് വളരെ ഗൗരവത്തിലെടുത്തത്. ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന ഒരു അനോണിമസ് കോൾ അല്ല ഇത്. വളരെ വ്യക്തമായി കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള രഹസ്യാന്വേഷണ വിഭാഗം സംസ്ഥാന പോലീസിനെ ഔദ്യോഗികമായി തന്നെ കൈമാറിയ വിവരമാണ് നൽകിയത്. മറ്റ് വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. കോഴിക്കോട് BEM സ്കൂളിലെ ഓണാഘോഷ പരിപാടികൾ സാമൂഹ്യ വിരുദ്ധർ അലങ്കോലമാക്കി. ഓണസദ്യ നശിപ്പിച്ചു, പാചകപ്പുരയിൽ മാലിന്യം വിതറി. വിവരങ്ങളുമായി കുട്ടൻ ചേർന്നുണ്ട്. കുട്ടൻ, എന്താണ് സംഭവിച്ചത്? സൗമ്യ, കോഴിക്കോട് പുതിയറയിലെ BEM സ്കൂളിലെ ഓണാഘോഷമാണ് ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ അലങ്കോലമാക്കിയത്. ഇന്നലെ രാത്രി മുതൽ തന്നെ ഈ സ്കൂളിൽ ഓണാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. ഇന്നാണ് സ്കൂളിൽ ഒഫീഷ്യലായി ഓണാഘോഷ പരിപാടികൾ, ഓണസദ്യ ഉൾപ്പെടെയുള്ള ഓണാഘോഷ പരിപാടികൾക്ക് അത്തരം പരിപാടികൾ ആസൂത്രണം ചെയ്തിരുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്നലെ രാത്രി തന്നെ ഓണസദ്യക്കുള്ള വിഭവങ്ങൾ തയ്യാറായിരുന്നു. അതുപോലെ തന്നെ ഓണാഘോഷത്തിന്റെ മറ്റ് എല്ലാ ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു. പുലർച്ചെ രാത്രി വളരെ വൈകിയാണ് ഇവിടുന്ന് അധ്യാപകർ ഉൾപ്പെടെ വീട്ടിലേക്ക് പോയതും. അതിനുശേഷമാണ് ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ ഇവിടെ എത്തി ഈ ഓണാഘോഷ പരിപാടികൾക്കുള്ള ഒരുക്കങ്ങളെല്ലാം അലങ്കോലമാക്കിയതെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. ഓണസദ്യ പൂർണ്ണമായും നശിപ്പിച്ചു. അതുപോലെ തന്നെ സ്കൂളിന്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം അടുക്കള ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലും കിണറിലും ഉൾപ്പെടെ മാലിന്യങ്ങൾ വിതറുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയം മുമ്പ് ജില്ലാ കളക്ടർ സ്കൂളിലേക്ക് എത്തി ഇവിടെ സംഭവസ്ഥലം സന്ദർശിച്ചു. നശിപ്പിച്ച ഓണസദ്യക്ക് പകരം സദ്യ ഏർപ്പെടുത്തുന്നതിനുള്ള സംവിധാനം ഒരുക്കിയതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. സൗമ്യ, കുട്ടൻ, അവിടെയാണ് വിഷമകരമായ ഒരു സാഹചര്യം ഉള്ളത്. കുട്ടികളുടെ ഓണാഘോഷത്തെയാണ് അലങ്കോലപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഈ ഒരു മേഖല സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുള്ള മേഖലയാണ്. പ്രത്യേകിച്ച് സ്കൂൾ കേന്ദ്രീകരിച്ചൊക്കെ നേരത്തെ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ കുട്ടൻ? സൗമ്യ, അത്തരം വിഷയങ്ങളൊന്നും തന്നെ ഇത് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലമല്ല. ഇത് നഗര മധ്യത്തിൽ തന്നെയാണ്, പുതിയറയിൽ നഗര മധ്യത്തിൽ തന്നെയാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്തരം ഒരു സംഭവം നടന്നത്. പരിസരവാസികളിലും സ്കൂൾ അധികൃതരുമെല്ലാം വലിയ ഞെട്ടൽ ഉളവാക്കിയിട്ടുണ്ട്. ഏതായാലും പോലീസും സംഭവ സ്ഥലത്തെത്തി സമഗ്രമായ രീതിയിലുള്ള അന്വേഷണം നടത്തി വരികയാണ്. സൗമ്യ, കുട്ടൻ, അവിടെ പരിസരത്തുള്ളവർ തന്നെയാണെന്നാണോ? ഇപ്പൊ നമുക്ക് സ്വാഭാവികമായും പൂർണ്ണമായ ഒരു വിവരം പോലീസിൽ നിന്ന് ലഭിക്കില്ല എന്നറിയാം. എങ്കിൽ കൂടി എന്തെങ്കിലും സൂചനകൾ, പുറത്തുനിന്ന് ആൾക്കാർ എത്തിയതാകുമോ, ആ വിധത്തിൽ എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ? സൗമ്യ, ഇത് സംബന്ധിച്ച് മറ്റ് സൂചനകളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. പോലീസ് അന്വേഷണം സമഗ്രമായ രീതിയിൽ തന്നെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും ഇത് സംബന്ധിച്ച് സമാന്തരമായി അന്വേഷിക്കുന്നു. നടപടികൾ എടുക്കാനുള്ള സാഹചര്യവുമുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ എത്തുകയും സംഭവസ്ഥലം സന്ദർശിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റ് രീതികൾ, ഓണാഘോഷ പരിപാടികൾ ഇവിടെ പുനരാരംഭിച്ചു കഴിഞ്ഞു. മറ്റ് സാധ്യതകൾ ആരാണ് അല്ലെങ്കിൽ ഇതിന്റെ പിറകിൽ എന്താണ് എന്ന് സംബന്ധിച്ചുള്ള സാധ്യതകളൊക്കെ തന്നെ പരിശോധിച്ചു വരുന്നതേ ഉള്ളൂ. സൗമ്യ, PV കുട്ടനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് BEM സ്കൂളിലെ ഓണാഘോഷ പരിപാടികൾ ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ അലങ്കോലപ്പെടുത്തി. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ FIR റദ്ദാക്കണമെന്ന വെള്ളാപ്പള്ളി നടേശന്റെ ഹർജിയിൽ നിലപാട് അറിയിക്കാൻ സർക്കാരിനോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഹർജി ഈ മാസം 22-ന് പരിഗണിക്കും. വിവരങ്ങളുമായി സാലിഹ് മുഹമ്മദ് ചേർന്നുണ്ട്. സാലി, ഈ സാഹചര്യത്തിലാണ് സർക്കാരിനോട് നിലപാട് അറിയിക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ? സൗമ്യ, മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ തനിക്കെതിരെ വിജിലൻസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇന്നലെയാണ് വെള്ളാപ്പള്ളി ഹൈക്കോടതിയെ സമീപിച്ചത്. അത് ഇന്ന് ഹൈക്കോടതി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇന്നലെയാണ് വെള്ളാപ്പള്ളി ഹൈക്കോടതിയെ സമീപിച്ചത്. അത് ഇന്ന് ഹൈക്കോടതി പരിഗണനയ്ക്കെത്തി. അപ്പോഴാണ് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടറിയിക്കാൻ സർക്കാരിനോട്, വിജിലൻസിനോട് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. മാത്രമല്ല ഈ കേസ് 22-ലേക്ക് മാറ്റുകയും ചെയ്തു. പിന്നോക്ക വികസന കോർപ്പറേഷൻ്റെ പണം കുറഞ്ഞ പലിശയ്ക്ക് വാങ്ങി 15% ഉയർന്ന പലിശയ്ക്ക് താഴെത്തട്ടിലേക്ക് വിതരണം ചെയ്ത് നടന്ന ക്രമക്കേട് സംബന്ധിച്ച് VS നൽകിയ പരാതിയിലായിരുന്നു വിജിലൻസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. അത് മാത്രമല്ല, അത് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ FIR സമർപ്പിക്കുകയും അത് ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലായിരുന്നു ഇന്നലെ വെള്ളാപ്പള്ളി കോടതിയെ സമീപിച്ചത്. ഏതായാലും കോടതി ഹർജി സ്വീകരിച്ചിട്ട് സംസ്ഥാന സർക്കാരിനോട് ഇക്കാര്യത്തിൽ നിലപാടറിയിക്കാൻ പറയുകയും കേസ് 22-ലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്.
സാലിഹ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം, ഒരിടവേള. മുൻ മന്ത്രി കെ ബാബുവിനെതിരെ രജിസ്ട്രേഷൻ ഐജിക്ക് വിജിലൻസ് കത്ത് നൽകി. ബാബുവിന്റെയും ബിനാമിമാരുടെയും സ്വത്ത് വിവരങ്ങൾ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് കത്ത്. വിവരങ്ങളുമായി ഉമേഷ് ചേർന്നുണ്ട്. ഉമേഷ്, വിശദാംശങ്ങൾ. സൗമ്യ, കെ ബാബുവിനെതിരെയുള്ള അന്വേഷണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് വിജിലൻസ് രജിസ്ട്രേഷൻ ഐജിക്ക് കത്ത് അയച്ചിരിക്കുന്നത്. കെ ബാബുവിന്റെയും ബിനാമികളുടെയും സ്വത്തുക്കൾ കണ്ടെത്താനാണ് നടപടി. കെ ബാബു, ഭാര്യ, മക്കൾ, മരുമക്കൾ എന്നിവരുടെ വിശദാംശങ്ങളെല്ലാം തന്നെ കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ബാബുവിന്റെ ബിനാമികളായ ബാബുറാം, മോഹനൻ എന്നിവരുടെ പേരുകളും ഈ വിജിലൻസ് നൽകിയ പട്ടികയിൽ ഉണ്ട്. സംസ്ഥാനത്ത് എവിടെയെങ്കിലും ഭൂമി ഉണ്ടോ എന്നറിയാനാണ് വിജിലൻസ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഭൂമി ഇടപാട് കൂടാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ടോ തുടങ്ങിയതടക്കം രജിസ്ട്രേഷൻ ഐജിയുടെ പക്കൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷയിൽ തന്നെയാണ് വിജിലൻസ് ഇത്തരത്തിലൊരു കത്ത് ഐജിക്ക് അയച്ചിരിക്കുന്നത്. ഇന്നലെ തന്നെ വിജിലൻസിന്റെ പ്രാഥമിക തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു. റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെ വിശദമായ പരിശോധനയാണ് നടക്കുന്നത്. അതിന് പുറമെയാണ് ഇപ്പോൾ അന്വേഷണം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രജിസ്ട്രേഷൻ ഐജിക്ക് ഇത്തരത്തിൽ വിജിലൻസ് കത്തയച്ചിരിക്കുന്നത്. സൗമ്യ, ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്. കെ ബാബുവിന്റെ PAയുടെ വിദേശയാത്രകളുടെ വിവരങ്ങൾ വിജിലൻസ് ശേഖരിക്കുന്നു. മലേഷ്യ, സിംഗപ്പൂർ, ദുബായ് എന്നിവിടങ്ങളിലേക്ക് നിരവധി തവണ ഇയാൾ വിദേശയാത്ര നടത്തിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് PAയുടെ വിദേശയാത്രകൾ പരിശോധിക്കുന്നത്. ബാബുവിന്റെ വിദേശയാത്രാ വിവരങ്ങൾ പരിശോധിക്കുന്നതോടൊപ്പമാണ് PAയുടെ യാത്രകളും അന്വേഷിക്കുന്നത്. ഒപ്പമുള്ള ഇയാൾ ബാബു മന്ത്രിയായിരുന്ന വേളയിലാണ് വിദേശയാത്രകൾ നടത്തിയത്. മലേഷ്യ, സിംഗപ്പൂർ, ദുബായ് എന്നിവിടങ്ങളിലേക്ക് കഴിഞ്ഞ 5 വർഷത്തിനിടെ നിരവധി തവണ യാത്ര നടത്തിയതിൻ്റെ വിവരങ്ങൾ വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയായിരുന്നു യാത്ര, ആരെയൊക്കെ കണ്ടു, എവിടെ താമസിച്ചു എന്നീ വിവരങ്ങൾ ശേഖരിക്കാനാണ് വിജിലൻസിൻ്റെ തീരുമാനം. ഇയാൾക്ക് വിദേശത്ത് ചില വ്യവസായ സ്ഥാപനങ്ങളുണ്ടെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. കണ്ണൂർ സ്വദേശിയായ ഇയാൾ വൈറ്റ്ലയിലെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിൻ്റെ തടിമില്ലിലെ സഹായിയായാണ് വർഷങ്ങൾക്ക് മുൻപ് എറണാകുളത്തെത്തിയത്. പിന്നീട് ബാബുവിനോടൊപ്പം കൂടുകയായിരുന്നു. ഇതിനുശേഷം ഇയാളുടെ സാമ്പത്തിക വളർച്ച അമ്പരപ്പിക്കുന്നതായിരുന്നു. ഇതിനു പിന്നിൽ ബാർക്കോഴ പണമടക്കമുള്ള സാമ്പത്തിക സ്രോതസ് ഉണ്ടോ എന്ന് വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. PAയെക്കുറിച്ചുള്ള അന്വേഷണം ബാബുവിലെത്തുമെന്ന നിഗമനത്തിലാണ് വിജിലൻസ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്ത് മിൽമ പാലിന് അധിക വിലയീടാക്കി വ്യാപാരികളുടെ കൊള്ളയടി. 19 രൂപയുടെ പാലിന് 20 രൂപയാണ് വ്യാപാരികൾ ഈടാക്കുന്നത്. അമിത വില ഈടാക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടും മിൽമ ഇടപെടുന്നില്ല. പ്രതിമാസം 7 കോടിയിലധികം രൂപയാണ് വ്യാപാരികൾ കൊള്ളയടിക്കുന്നത്. കൂടിയ വിലയ്ക്ക് പാൽ വിൽക്കുന്നുവെന്ന വ്യാപക പരാതിയെ തുടർന്നാണ് ഞങ്ങൾ ഒരു അന്വേഷണം നടത്തിയത്. അംഗീകൃത മിൽമ ബൂത്തുകളിലും മറ്റും വിൽക്കുന്ന പാൽ പാക്കറ്റിൻ്റെ വിലയേക്കാൾ 1 രൂപ അധികമായി വ്യാപാരികൾ ഈടാക്കുന്നുവെന്ന് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു. പാലിൻ്റെ വിലയെക്കുറിച്ച് തർക്കിച്ചാൽ പരിചയക്കാർക്ക് ചില്ലറയില്ല എന്ന കാരണം പറഞ്ഞ് പകരം മിഠായി നൽകുകയും അല്ലാത്തവർക്ക് പാലില്ല എന്ന് പറഞ്ഞ് മടക്കി അയക്കുകയുമാണ് ഇവർ ചെയ്യുക. പ്രതിദിനം 13 ലക്ഷം ലിറ്റർ പാലാണ് മിൽമ വിപണിയിലെത്തിക്കുന്നത്. ഉത്സവ സീസണിലെ വിൽപ്പന ഇതിൻ്റെ 2 ഇരട്ടിയാകും. പ്രതിദിനം ഒരു ഉപഭോക്താവിൽ നിന്നും ചെറിയ തുകയാണെങ്കിലും 1 രൂപ പ്രകാരം വ്യാപാരി ഈടാക്കുമ്പോൾ ഒരു മാസം ഇതിലൂടെ വ്യാപാരികൾക്ക് ലഭിക്കുന്നത് 7.5 കോടിയോളം രൂപയാണ്. സാധനങ്ങൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും കൃത്യമായി നിയമങ്ങളും മറ്റും നിലവിലുള്ള നാട്ടിലാണ് ഈ പകൽക്കൊള്ള നടക്കുന്നത്. ക്യാമറാമാൻ വിഷ്ണുരാജിനൊപ്പം ഷാജഹാൻ. കോഴിക്കോട് BM സ്കൂളിലെ ഓണാഘോഷ പരിപാടികൾ സാമൂഹ്യവിരുദ്ധർ അലങ്കോലമാക്കി ഓണസദ്യ നശിപ്പിച്ചു. പാചകപ്പുരയിൽ മാലിന്യം വിതറി. കൂടുതൽ വിവരങ്ങളുമായി കുട്ടൻ BM സ്കൂളിൽ നിന്നും തന്നെ തത്സമയം ചേരുന്നുണ്ട്. കുട്ടൻ, ഒരുപക്ഷെ നേരത്തെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ ആ സ്കൂളിൽ അവിടെ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയാണ് പങ്കുവയ്ക്കാനാവുക? സൗമ്യ, വളരെ സങ്കടകരമായ അവസ്ഥ തന്നെയാണ് സ്കൂളിലുള്ളത്. നമുക്കറിയാം, നമ്മുടെ നാടെങ്ങും ഓണാഘോഷത്തിൻ്റെ ഒരു വലിയ ആഘോഷത്തിമിർപ്പിലേക്ക് മാറുമ്പോൾ അതിനോട് അനുബന്ധിച്ച് തന്നെ അതിൽ അലിഞ്ഞു ചേർന്നതിനുള്ള വലിയ ആഘോഷ പരിപാടികളായിരുന്നു ഈ BM സ്കൂളിലും അധ്യാപകരും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷിതാക്കളുമൊക്കെ ചേർന്ന് സംഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്നലെ വൈകിട്ട് മുതൽ തന്നെ ഇവിടെ ഒരുക്കങ്ങൾ നടന്നിരുന്നു. ഇവിടെ ഓണസദ്യക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇന്നലെ രാത്രി നടന്നത്. കുറേ വിഭവങ്ങളുണ്ടാക്കി അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം ചേർന്ന് കുറേ
കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി രാത്രി 10 മണിയോട് കൂടിയായിരുന്നു ഇവിടെ നിന്നും പോയത്. ഇപ്പോൾ നമ്മുടെ ദൃശ്യങ്ങളിൽ പോലീസ് ഈ സ്ഥലം പരിശോധിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. രാത്രി 10 മണിയോട് കൂടിയാണ് ഇവിടെ നിന്നും അധ്യാപകരും രക്ഷിതാക്കളുമൊക്കെ ഈ സംവിധാനങ്ങൾ, ഈ സദ്യവട്ടങ്ങളും അതുപോലെ തന്നെ പൂക്കളം ഒരുക്കുന്നതിനുള്ള പൂക്കളൊക്കെ തയ്യാറാക്കിക്കൊണ്ട് ഇവിടെ നിന്നും പോയത്. അതിനുശേഷം രാവിലെ 5:45 സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഇവിടേക്ക് എത്തിയപ്പോഴാണ് സ്കൂളിൻ്റെ ഈ സദ്യയൊക്കെ സൂക്ഷിച്ച മുറിയുടെ വാതിൽ തകർത്ത് കണ്ടത്. അതിനുശേഷം ഉള്ളിൽ കയറി പരിശോധിച്ചപ്പോൾ സദ്യവട്ടങ്ങൾ പൂർണ്ണമായും അലങ്കോലപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ പരിസരങ്ങളിൽ കിണർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മാലിന്യം വിതറിയതായും പ്രധാനാധ്യാപകൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനുശേഷമാണ് ഇക്കാര്യം പോലീസിലേക്ക് അറിയിക്കുന്നത്. ഏതായാലും ഇവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് നമ്മോട് വിശദീകരിക്കുന്നതിന് വേണ്ടി സ്കൂളിലെ അധ്യാപകനായ ജയൻ മാഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സർ, എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്? ഞങ്ങൾ രാവിലെ വൈകുന്നേരം എല്ലാ സദ്യത്തിലുള്ള സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ച് പോയതായിരുന്നു. ഏകദേശം ഒരു 10 മണിയാകുമ്പോൾ എല്ലാവരും പോയത്. അത് കഴിഞ്ഞ് രാവിലെ രാവിലെ ഒരു 6:45 വന്ന സമയത്ത് ഓഫീസിൻ്റെ ഡോറ് പൊളിച്ചതായിട്ടാണ് കാണുന്നത്. പിന്നെ ഉള്ളിൽ വന്ന് നോക്കുമ്പോൾ കംപ്ലീറ്റ് അലങ്കോലപ്പെട്ടിട്ടുണ്ട്. എല്ലാ സദ്യ വരെ എടുത്ത് നശിപ്പിച്ചിട്ടുണ്ട്. അതിന് മലമൂത്ര വിസർജനവും നടത്തി ഓഫീസ് കംപ്ലീറ്റ് അതിൻ്റെ അലമാറകളും അതുപോലെ ലോക്കറൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഒന്നും നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നില്ല, പക്ഷേ അങ്ങനെ അലങ്കോലാക്കി ഇട്ട് പോയതാണ്. അതിലപ്പം തന്നെ പോലീസിലെ അറിയിക്കുകയും ചെയ്തു. അവർ വന്ന് നോക്കി കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരുന്നു. പിന്നെ ഇപ്പം കുറച്ച് നേരത്തെ കളക്ടർ വന്നിരുന്നു. കളക്ടർ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു. അതിനുശേഷം കളക്ടർ തന്നെ കുട്ടികൾക്ക് ഇന്ന് തന്നെ സദ്യ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള ഏർപ്പാടുകൾ കളക്ടർ ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ അക്രമികളെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ നിങ്ങൾക്കുണ്ടോ? നേരത്തെ എന്തെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടോ? നേരത്തെ അങ്ങനെ ഒന്നും നടന്നിട്ടൊന്നുമില്ല. ഒരു ഇതുണ്ടായില്ല. കാരണം വരാന്തയിലൊക്കെ സ്കൂൾ പൂട്ടി, കാരണം സ്കൂൾ ജൂൺ 1 സ്കൂൾ തുറക്കുന്ന അന്ന് തന്നെ മലമൂത്ര വിസർജനമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അതൊന്നും വലിയൊരു ഇതാക്കില്ല. കാരണം 2 വണ്ടി ഇവിടെ ഉണ്ട് പുറത്തിട്ടിരിക്കുകയാണ്. അതിനൊന്നും ഓരോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇതുവരെ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. വളരെ മുമ്പൊക്കെ നടന്നിരുന്നു, പക്ഷെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. മറ്റാരെങ്കിലും സംശയം അങ്ങനെ എന്തെങ്കിലും? ഇല്ല, സംശയം ആരുമില്ല. കാരണം എല്ലാ രക്ഷിതാക്കളും എല്ലാവരും കൂടെ സഹകരിച്ചിട്ടാണ് ചെയ്യുന്നത്. ആരും ശത്രുതയായിട്ട് ആരും തന്നെ ഇല്ല. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാവരും കൂടെ നല്ല ഇതിലാണ് മുന്നോട്ട് പോകുന്നത്. നല്ലൊരു ഒരുക്കത്തിൽ തന്നെയാണ് കുട്ടികളെല്ലാം. സൗമ്യ, ആരാണിത് നടത്തിയെന്ന് സംബന്ധിച്ച് ആർക്കും അത്തരത്തിലൊരു സൂചനകളില്ല. എന്നാൽ സാമൂഹ്യ വിരുദ്ധരാണ് എന്ന് സംബന്ധിച്ച് എന്ന് തന്നെയാണ് സ്കൂൾ അധികൃതരും പോലീസും ഒക്കെ പറയുന്നത്. ഇപ്പോൾ പോലീസ് ഇവിടെ പരിശോധന നടത്തി വരികയാണ്. ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ ഇവിടെ പരിശോധന നടത്തുന്നുണ്ട്. അല്പസമയം മുമ്പ് കോഴിക്കോട് ജില്ലാ കളക്ടർ പ്രശാന്ത് ഇവിടെ എത്തിയിരുന്നു. അദ്ദേഹം ഈ സ്ഥലം സന്ദർശിച്ചു, സ്കൂൾ സന്ദർശിച്ചു. അതുപോലെ തന്നെ ഇവിടെ മലിനീകരിക്കപ്പെട്ട സ്ഥലങ്ങളും കണ്ടു. ഇവിടെ നശിപ്പിക്കപ്പെട്ട ഓണസദ്യക്ക് പകരം സദ്യവട്ടങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും വളരെ ദയനീയമായ, വളരെ സങ്കടകരമായ ഒരു സ്ഥിതിവിശേഷം തന്നെയാണ് ഈ സ്കൂളിനകത്ത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒരുപക്ഷെ വീടുകളിലെ ഓണാഘോഷത്തേക്കാൾ കുട്ടികൾക്ക് എന്തുകൊണ്ടും ആവേശം അവരുടെ സ്കൂളിലെ ഓണാഘോഷമായിരിക്കും. അങ്ങനെ കുഞ്ഞുങ്ങളുടെ ഓണാഘോഷമാണ് ഇങ്ങനെ അലങ്കോലപ്പെടുത്തിയിരിക്കുന്നത്. മനഃപൂർവ്വമായി തന്നെ ഈ വിധത്തിൽ, പ്രത്യേകിച്ച് രാത്രി വൈകിയാണ് അധ്യാപകർ അവിടെ നിന്ന് പോയത്. അപ്പോൾ കരുതി കൂട്ടിയിരുന്ന് തന്നെ ഒരു അലങ്കോലപ്പെടുത്തുന്ന ഒരു നിലപാടിലേക്ക് പോയതാകാം ഇവർ എന്ന് തന്നെയാണോ അവിടെ നിന്ന് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ വ്യക്തമാകുന്നത്? കുട്ടൻ, തീർച്ചയായും സൗമ്യ, വളരെ ആസൂത്രിതമായി ഈ പദ്ധതി, ഇവിടുത്തെ ഓണാഘോഷം പൊളിക്കാനുള്ള ഒരു നീക്കം നടന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ വളരെ വിഷണ്ണ ചിത്തരായി ഇവിടെ നമുക്കറിയാം രക്ഷിതാക്കളും അധ്യാപകരും അധ്യാപികമാരും ഒക്കെ വളരെ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ്. നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിക്കാം. മേഡം, നമസ്കാരം. ഇവിടുത്തെ രക്ഷിതാവാണോ അധ്യാപികയാണോ? ഈ സ്കൂളിലെ സീനിയർ മോസ്റ്റ് അധ്യാപികയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത്? ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഇവിടെ എല്ലാ സ്കൂളിലെ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ചേർന്നിട്ടാണ് ഈ പരിപാടികൾ മുഴുവൻ ഞങ്ങൾ ചെയ്തു വെച്ചത്. കേടാവാത്ത 3 കറികളും ഉണ്ടാക്കി വെച്ച് 10 മണിയോട് കൂടിയിട്ട് എല്ലാവരും പോയത്. ഇതുവരെ എൻ്റെ സർവീസിനിടയ്ക്ക് 33 അല്ല ഈ സ്കൂളിലെ അധ്യാപിക. ഓണാഘോഷത്തിനോടനുബന്ധിച്ച് ഇങ്ങനത്തെ ഒരു സംഭവമേ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. അത് വളരെയധികം ഞങ്ങൾക്ക് എന്താ പറയുക, ഇവിടെ വീട്ടിലുള്ള പോലെ ഒരു പ്രയാസം. ഇന്നലെ എന്തൊക്കെ കറികളാണ് ഇവിടെ ഉണ്ടാക്കിയിരുന്നത്? പച്ചടി, പുളി, അവിയൽ, അത് 3 പിന്നെ കേടുവരില്ലല്ലോ. അതുകൊണ്ട് അത് ഉണ്ടാക്കി വെച്ച് ബാക്കിയൊക്കെ ഒരുക്കി വെച്ച് പോയത്. പൂക്കളത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി എല്ലാ കുട്ടികളോടും ഒന്ന് ഞങ്ങൾ പൂവ് കൊണ്ടുവരാൻ പറഞ്ഞു. ഒറ്റ സ്നേഹപ്പൂക്കളായിട്ട് ഒരു പൂക്കളിടാനാണ് തീരുമാനം എടുത്തിരുന്നത്. അത് ഇന്ന് രാവിലെ വരുമ്പം കുട്ടികൾ കൊണ്ടുവരാമെന്നൊക്കെ ഏർപ്പാടാക്കിയതാണ്. പിന്നെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉച്ചയ്ക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിഥികളെ ക്ഷണിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് 4 കുട്ടികൾക്ക് ഞങ്ങൾ ഓണപ്പുടവ കൊടുക്കാൻ തീരുമാനമായിട്ടുണ്ടായിരുന്നു. ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട്. ആകെ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ഇതായിപ്പോയി.
ഇപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഓണാഘോഷം പുനരാരംഭിക്കാൻ തന്നെ തീരുമാനം? ഇപ്പം കലക്ടറൊക്കെ വന്നിട്ട് സദ്യ നടത്തണം, അതിനുള്ള ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഞങ്ങൾ വിളിക്കണം, ഇനി വണ്ടിയിലൊക്കെ പോയിട്ട് കൊണ്ടുവരണം. കുട്ടികൾ ഇന്ന് വന്നിട്ടില്ലേ അങ്ങോട്ട്? എന്താന്ന് ഞങ്ങൾ അറിയിച്ച സംഭവം നടന്നപ്പോൾ രക്ഷിതാക്കളെ വിളിച്ചിട്ട് ബസ്സിലൊക്കെ പോയിട്ട് പറഞ്ഞതാ വരണ്ട, പിന്നെയാണ് ഉണ്ടാവുള്ളൂ. അപ്പം കലക്ടറൊക്കെ വന്നപ്പോഴാണ് ഇങ്ങനെ നടത്തണം എന്ന് പറഞ്ഞ് അവർ തയ്യാറാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഏൽപ്പിച്ചിട്ടുണ്ട്. സൗമ്യ, അതുതന്നെയാണ് അധ്യാപികമാരും പറയുന്നത്. നമ്മൾ അവരുടെ വിഷമം നേരിട്ട് കണ്ടു. വീട്ടിനകത്ത് നടത്തുന്നതിനേക്കാളും വലിയ രീതിയിലാണ് ഈ സ്കൂളിനകത്ത് ഇവർ ഓണാഘോഷം നടത്താറുള്ളത്. അതിൻ്റെ ഒരുപക്ഷെ സ്വന്തം വീട്ടിനേക്കാൾ വളരെ ആവേശപൂർവ്വം ഈ ഓണാഘോഷ പരിപാടികൾ സ്കൂളിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലായിരുന്നു ഇവിടുത്തെ അധ്യാപികമാരും രക്ഷിതാക്കളും ഒക്കെ. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇന്നലെ രാത്രി വൈകുവോളം ഇവിടെ നിന്നുകൊണ്ട് അവർ ഭക്ഷണ സാമഗ്രികൾ ഉണ്ടാക്കുകയും അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പച്ചടിയും അവിയലും പുളിയിഞ്ചി ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ, ഇന്നത്തെ സദ്യക്ക് വേണ്ട മോശമാവാത്ത രീതിയിലുള്ള വിഭവങ്ങൾ ഇന്നലെ തന്നെ ഒരുക്കി വെച്ചത്. അതിനുശേഷം 10 മണിയോട് കൂടിയായിരുന്നു അവരെല്ലാവരും അധ്യാപകരും 10 മണിയോട് കൂടിയാണ് അവർ ഇവിടെ നിന്നും 10 മണിക്ക് ശേഷമാണ് ഇവിടെ നിന്ന് അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ പോയത്. അതിന് ശേഷമാണ് ഇവിടെ ഈ സംഭവങ്ങൾ, ഈ അതിക്രമങ്ങൾ നടന്നത്. അല്പം മുമ്പ് നമ്മോട് സംസാരിച്ച അധ്യാപികയുടെ ആ ഇടറിയ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് കുഞ്ഞുങ്ങളുടെയും ഒപ്പം തന്നെ സ്കൂളിൻ്റെ ഒന്നാകെ വിഷമം ഇന്നലെ ഈ സംഭവം നടന്നതോടെ. ഏതായാലും കളക്ടർ അവിടെ എത്തിയിട്ടുണ്ട്, സദ്യ തയ്യാറാക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്, ഓണാഘോഷം ഇന്ന് തന്നെ നടത്താനുള്ള എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കും കാര്യങ്ങൾ പോവുക. കോഴിക്കോട് BM സ്കൂളിലെ ഓണാഘോഷ പരിപാടികളാണ് ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധർ ഇന്നലെ രാത്രിയോടുകൂടി അലങ്കോലമാക്കിയത്. കുട്ടനാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.